ഇസ്രായേൽ കാൽനട യാത്രക്കാരിലേക്ക് കാറിടിച്ചു കയറി നിരവധി പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം. അപകടത്തിൽ ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇസ്രായേൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിന്റെ ദേശീയ അടിയന്തര മെഡിക്കൽ സർവീസായ മാഗൻ ഡേവിഡ് അഡോം പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം ഹൈവേ 65-ലെ പർദേസ് ഹന്ന കർക്കൂർ കവലയ്ക്ക് സമീപം പ്രാദേശിക സമയം വൈകുന്നേരം 4 കഴിഞ്ഞാണ് സംഭവം നടന്നത്. അപകടത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരിൽ 20-നും 70-നും ഇടയിൽ പ്രായമുള്ള 5 പുരുഷന്മാരും 3 സ്ത്രീകളുമുണ്ടെന്നാണ് MDA വക്താവ് സാക്കി ഹെല്ലറെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ പോലീസ് സേന സംശയം തോന്നിയൊരു വാഹനവും ആക്രമണത്തിന് ഉത്തരവാദിയെന്ന് സംശയിക്കുന്ന ഒരാളെയും പിടികൂടിയതായും അധികൃതർ പറഞ്ഞു. കാർ ആക്രമണത്തിനിടയിൽ തന്നെ കാർക്കൂർ മേഖലയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമിയെ പോലീസ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊന്നു. അക്രമി ആരാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇസ്രായേലിലെ ഹൈദ ജില്ലയിലെ മാലെ ഇറോൺ എന്ന പട്ടണത്തിൽ നിന്നുള്ള 24 വയസ്സുള്ള ഇസ്രായേലി അറബിയാണ് അക്രമിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ആക്രമണകാരി വടക്കൻ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള 50 വയസ്സുള്ള പാലസ്തീൻ അനധികൃത താമസക്കാരനാണെന്ന് ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനായ KAN പറഞ്ഞതായി ജെറുസലേം പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.